സിനിമ നാളെ ഇറങ്ങുകയാണ്, നമ്മളിങ്ങനെ ക്യൂബിൽ കയറി അങ്ങനെ ഭയങ്കര തിരക്കിൽ നിൽക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും വിളിക്കും. എന്നിട്ട് പറയാൻ സാർ ഒരു സ്ക്രിപ്റ്റ് പറയാനുണ്ട് എന്ന് പറയാം. ഞാൻ പറഞ്ഞു മോനെ നീ ഇൻഡസ്ട്രിയിലുള്ള ആളാണോ? അതെ. നിനക്ക് എന്താ നാളെ എന്നുള്ളതറിയാം. എന്താ ചേട്ടാ നാളെ? അല്ല നാളെ നമ്മുടെ പടം ഇറങ്ങുന്നുണ്ടെന്നുള്ളത്. ഏത് പടം? അതും കൂടെ കേൾക്കുമ്പോൾ നമുക്ക് പടക്കളത്തിന് വലിയ രീതിയിലൊരു അല്ല, ഞാൻ പടക്കളം എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ വിജയ് ബാബുയുടെ എല്ലാ ഫിലിംസിനും ഒരു വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അത് വേർഡ് ഓഫ് മൗത്ത് സിനിമ ഇറങ്ങിയതിന് ശേഷം അത് ആ വേർഡ് ഓഫ് മൗത്തിൽ വരുന്ന നല്ലതാണോ ചീത്തയാണോ എന്ന് അടുത്ത ദിവസമല്ലേ അറിയുള്ളൂ. വേർഡ് ഓഫ് മൗത്ത് നല്ലതാ. വേർഡ് ചിലപ്പോൾ പക്ഷെ അതൊരു സ്ട്രാറ്റജി അല്ലേ വേർഡ് ഓഫ് മൗത്ത്. വേർഡ് ഓഫ് മൗത്തിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. അല്ല, നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിൽ ആദ്യം കുറച്ച് പേര് ഒരു സിനിമ ഉണ്ട്, അവരെല്ലാവരുടെ അടുത്തും പറയും ആ സിനിമ കൊള്ളാമെന്ന്. പക്ഷെ അതിനേക്കാളും മുന്നേ തന്നെ വിജയ് ബാബു ആ ഒരു വേർഡ് ഓഫ് മൗത്ത് സ്ട്രാറ്റജി കൊണ്ടുവരാം. അത് നമുക്ക് സാധിക്കില്ല. അത് നമ്മൾ ഇപ്പം നമ്മൾക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും ഈ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പടക്കളത്തിൻ്റെ ട്രെയിലറായിരുന്നു എൻ്റെ മാസ്റ്റർ കണ്ടൻറ്റ്. അപ്പം ഞാൻ അതിലേക്ക് ബിൽഡ് ചെയ്തു. ഇപ്പം മാർക്കറ്റിംഗ് എൻ്റെ ഒരു ഫോട്ടോയാണ്. ഐ ലവ് ഡൂയിങ് ഇറ്റ്. അപ്പം അത് ഭയങ്കര ടഫ് പ്രോസസ്സാണ്. ഇപ്പം ഞാൻ അതാ നേരത്തെ ക്ലട്ടറിൽ വെച്ച് പറഞ്ഞത്. അപ്പം ഞാൻ അത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് ചിന്തിക്കും. നമ്മൾ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു എലമെൻറ്റ്, ഒരു ഹുക്ക് കൊണ്ടുവരാനായിട്ട് കൊണ്ടുവരും. പക്ഷേ ഇപ്പോൾ അത് അത്ര ഈസി അല്ല. നമുക്ക് സുരാജ് അവൈലബിൾ ആയിരുന്നില്ല, ബിക്കോസ് ഹി വാസ് തമിഴ് സിനിമ ചെയ്യായിരുന്നു. അപ്പം ഷറഫു ആ സമയത്ത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൈലബിൾ ആണ്. അപ്പം പിള്ളേർ മാത്രമേ ഉള്ളൂ. ആൻഡ് ദേ വർ റിലേറ്റീവ്ലി ന്യൂ കമേഴ്സ്. അപ്പോൾ അവരെ വെച്ചിട്ട് ലൈറ്റായിട്ടുള്ള ചില ഹ്യൂമർ വിട്ട് 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 ബിൽഡ് ചെയ്തു. ട്രെയിലർ വരുമ്പോൾ ഇത് ജനങ്ങൾ നോട്ടീസ് ചെയ്യും എന്നറിയാം. പക്ഷേ എൻ്റെ ഒറ്റ മാസ്റ്റർ കണ്ടൻറ്റേ ഉള്ളൂ. ഇതിനകത്തുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു പാട്ട് മാത്രമേ എനിക്ക് വെളിവിടാൻ പറ്റുള്ളൂ. എല്ലാം ഇഫ് യു വാച്ച് ദ ഫിലിം എല്ലാം BGM പോലെ പോകുന്ന പരിപാടികളാണ്. അതിന് ഓരോ പാട്ടിലും അത് സ്റ്റോറി റിവീൽ ആവുന്നുണ്ട്. സോ എന്നെ സംബന്ധിച്ചുള്ള ഒരു പാട്ടേ ഉള്ളൂ. അതും ഒരു സ്റ്റോറി റിവീൽ ആവുന്ന സാധനമാണ് ആ സന്ദീപിൻ്റെ ഒരു കൺട്രോൾ ചെയ്യുന്നൊരു സോങ്. അപ്പോൾ അതും ആദ്യമായിട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒറ്റ കണ്ടൻറ്റേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ടൻറ്റ് വരുമ്പോൾ അപ്പോൾ അത് എത്ര ദിവസം മുമ്പ് ഇറക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് വരാനും പാടില്ല. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ മറന്നു പോകും. അപ്പം ആ ട്രെയിലർ ഇറങ്ങുമ്പോൾ ഇത് 10 പേര് അറിയും എന്നുള്ളത് അറിയാൻ വന്നപ്പോൾ ട്രെയിലറിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ട്രെയിലർ ഇറക്കി. ആസ് പെർ പ്ലാൻ ട്രെയിലറിന് നല്ല റിയാക്ഷൻസ് കിട്ടി. ഒരു സാധാരണ റീച്ചിനെ കാട്ടിലൊക്കെ മേളിൽ പോയി. അപ്പോൾ ട്രെയിലറിൻ്റെ ഇത് വെച്ചിട്ട് തിയേറ്റർ റെസ്പോൺസ് വന്നു തുടങ്ങി. തിയേറ്റർ റെസ്പോൺസ് ലൈക്ക് ഒരു ഫ്രീ ടൈം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തിയേറ്റർ തരാം എന്നുള്ളൊരു മൂഡ്. അപ്പം നമ്മളിങ്ങനെ ഫ്രീ ടൈം നോക്കി ഇരിക്കുമ്പോഴാണ് തുടരും കയറി അടിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ എങ്ങനെയൊക്കെയോ 8th ഇറക്കാൻ പറ്റി. അവിടെ നിന്ന് ബിൽഡായി വന്നു. അപ്പോൾ ഈ മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ തിയേറ്റർ കിട്ടുന്ന പരിപാടി, ഈ തിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ഡൗൺ ആയാൽ വേറൊന്നും കൊണ്ടല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചില സമയത്ത് ഒരു പടവും അടിക്കാതെ ഇങ്ങനെ ഇരിക്കും, ചില സമയത്ത് എല്ലാം വർക്കായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒന്ന് ഡൗൺ ആയാൽ അവരുടെ അടുത്ത് മാറ്റും. ഹോൾഡ് ഓവർ ആയി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വേർഡ് ഓഫ് മൗത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ റിസ്ക് എലമെൻ്റ് എന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്. ചിലപ്പോൾ വേർഡ് ഓഫ് മൗത്ത് വരുന്നത് 3-ാം ദിവസമോ 4-ാം ദിവസമായിരിക്കും. ഈ 3-4 ദിവസത്തിനുള്ളിൽ പടം ഹോൾഡ് ഓവർ ആവും. ഹോൾഡ് ഓവർ ആയിക്കഴിഞ്ഞാൽ പാറ്റേൺ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹിറ്റായാലും പ്രൊഡ്യൂസറിന് കിട്ടുന്നത് ലോവർ ഷെയറാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ഫസ്റ്റ് ഡേ അഭിപ്രായം വന്നു, സെക്കൻഡ് ഡേ എങ്കിലും തിയേറ്ററിൽ ആ ഹോൾഡ് ഓവർ പാറ്റേൺ ആവുന്നതിന് മുമ്പ് നമുക്ക് ആൾ കയറണം. ദാറ്റ്സ് എ വെരി അവിടെയാണ് നമുക്ക് ചിലപ്പം ഈ റിവ്യൂവേഴ്സിൻ്റെ ഇതിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും. അപ്പം നമ്മൾ അതിനെ ടാക്കിൾ ചെയ്യണം. അപ്പം ഇതിനെ പാരലാണ് ഇത് നടക്കുമ്പോൾ. ഇപ്പം നമ്മളൊന്ന് ആളുകൾ നമ്മളുടെ ചിലപ്പോൾ ഒരു പ്രൈമറി ഓഡിയൻസ് ആയിരിക്കില്ല കയറുന്നത്. ഇപ്പം പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ സൂര്യയ്ക്ക് ചില ഇഷ്ടമുള്ള ഒരു ജോണർ ഉണ്ടാവും. സൂര്യയുടെ ഏജ് വെച്ചിട്ട്, അല്ലെങ്കിൽ സൂര്യക്ക് ചിലപ്പോൾ ഹൊറർ ഫിലിംസ് ഇഷ്ടമല്ലായിരിക്കും, അല്ലെങ്കിൽ ആക്ഷൻ സിനിമ അല്ല ഞാൻ പറയാണ്. ചിലർക്ക് അങ്ങനെയുണ്ട്. അപ്പം ഞാൻ സെയിൽസിലായിരുന്നുകൊണ്ട് നമുക്ക് മോഹണ്ട അറിയാം ഹൊറർ ഇഷ്ടമാണ്. അപ്പോൾ ചിലപ്പോൾ ആക്ഷൻ ഫിലിംസ് കണക്ട് ആവില്ല, ചിലപ്പോൾ ലൈറ്റ് ഹാർട്ടഡ് ഫാമിലി അല്ലെങ്കിൽ ഹോം പോലത്തെ സിനിമ ആയിരിക്കാം. പക്ഷേ നമ്മൾ ചിലപ്പം ഇപ്പം ഞാൻ പടക്കളം അതിൻ്റെ ജോണർ ഏതാണെന്ന് സൂര്യക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് ചിലപ്പോൾ കൺവേ ആയില്ല എന്ന് വരും. കറക്റ്റായിട്ട് കൺവേ ആവാതെ സൂര്യ വിചാരിച്ച ജോണറാന്ന് പറഞ്ഞ് സൂര്യ കയറി. അപ്പോൾ സൂര്യ ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. അത് സൂര്യയുടെ കുഴപ്പമല്ല. എന്നാൽ ആ ജോണർ ഇഷ്ടപ്പെടുന്ന വേറെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവും, അതേ ജോണർ ഇഷ്ടപ്പെടുന്നത്. അതാണ് പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഒരു സിനിമ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രൈമറി ഓഡിയൻസിലേക്കാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ്. ഹോം ആ രീതിയിലായിരുന്നല്ലേ മാർക്കറ്റ് ചെയ്തത്? ഹോം ഞാൻ മാർക്കറ്റ് ചെയ്യേണ്ടി വന്നില്ല.
അത് OTT റിലീസായിരുന്നു. അതുകൊണ്ടത് അല്ല കുറച്ചൊരു ഫാമിലി അങ്ങനെയാണ് ഉണ്ടാക്കി അത് അത് see, ഞാൻ ആ സമയത്ത് ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്ന മൂഡ് എന്താണോ ആ മൂഡ് ആ സിനിമയിലുണ്ടെങ്കിൽ നമുക്ക് ആ സിനിമ വർക്കാവാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ അല്ലെങ്കിൽ കോവിഡ് സമയത്ത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിൻ്റെ അഡിക്ഷൻ കൂടി നിന്ന സമയത്താണ് ആ സിനിമ വരുന്നത്. അപ്പോൾ സൊസൈറ്റി അല്ലെങ്കിൽ ദ മൂഡ് അതിനെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം നാത്താൻ കേസുകൂട് എന്ന് പറയുന്ന സിനിമയെ അന്ന് ആ സമയത്ത് നമ്മുടെ റോഡുകളിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് നിന്നപ്പം ഇറങ്ങിയ പടം ആ മൂഡ് അതിനെ സപ്പോർട്ട് ചെയ്യും. ആ മൂഡ് അതിനെ സപ്പോർട്ട് ചെയ്യും. 2018 നമ്മളെല്ലാവരും കണ്ട ഒരു ഡിസാസ്റ്റർ, ആ ഡിസാസ്റ്റർ ആണ് ആ സിനിമയിൽ സബ്ജക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അത് കേരളം മൊത്തം ഒരേപോലെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഓരോ നാട്ടിലും പല നാടുകളിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഒരു നാട്ടിൽ കാണിച്ചു. അപ്പം അതിനെ ഇത് ചെയ്യും. അപ്പം അങ്ങനെ ആ മൂഡ് ഹോമിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഡേ ഈ വേർഡ് ഓഫ് മൗത്ത് നമ്മുടെ പ്രൈമറി ഓഡിയൻസ്. അപ്പം എല്ലാ റിവ്യൂവേഴ്സ് ആൾസോ ഹ്യൂമൻസ് അല്ലേ, റിവ്യൂവേഴ്സ് ഹ്യൂമൻസ് ആണ്. അവർക്ക് ഇഷ്ടപ്പെടുന്ന ജോണേഴ്സ് ഉണ്ടാവാം, അവർക്ക് ഇഷ്ടപ്പെടാത്ത ജോണേഴ്സ് ഉണ്ടാവാം. അങ്ങനെ ശരിക്കും റിവ്യൂസ് അവരുടെ ഒരു സെൽഫായിട്ടുള്ള ഒരു അഭിപ്രായത്തിനേക്കാൾ കൂടുതൽ ആ സിനിമ മൊത്തത്തിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറയുന്ന റിവ്യൂവേഴ്സ് ഉണ്ട്, അവരോട് എനിക്ക് റെസ്പെക്റ്റ് ആണ്. കാരണം നല്ല റിവ്യൂവേഴ്സ് ഉണ്ട്. അത് ഒരു നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ എന്താ ഈ പറയണമെന്ന് ഞാനിപ്പോൾ കണ്ടപ്പം നല്ല റിവ്യൂ പറഞ്ഞ് ഇഷ്ടം പോലെ പൈസ കിട്ടും എന്ന് വിചാരിച്ച് റിവ്യൂവിലേക്ക് വരുന്ന സിനിമയെക്കുറിച്ച് ABCD അറിഞ്ഞുകൂടാത്ത റിവ്യൂവേഴ്സും ഉണ്ട്. ചുമ്മാ ഇങ്ങനെ ഒരാൾ പടക്കലത്തിൻ്റെ റിവ്യൂ വെച്ചിട്ട് അങ്ങനെ ഒരു പടം ആ ആക്ടറിൻ്റെ പേരെന്താ അതെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പക്ഷെ ജെന്യുവനായിട്ട് ശരിക്കും വേദന വരുന്നത് അല്ല വേദനയൊന്നുമില്ല, ഒരു ചെറിയൊരു എന്തോ ഒരു റിജക്ഷൻ എന്നൊക്കെ പറയുന്നില്ല. പക്ഷെ നല്ല റിവ്യൂസ് ഉണ്ട്. അപ്പോൾ അവരിൽ തന്നെ ചിലവർക്ക് സിനിമേനെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയാം, ചിലവർക്ക് അവർ റിവ്യൂ പറയാൻ വേണ്ടി, പക്ഷേ അത് അവരുടെ ജോണർ ആയിരിക്കില്ല, അത് അവർക്ക് യാതൊരു താല്പര്യവുമില്ലാത്ത ജോണർ ആയിരിക്കും. അതിനെക്കുറിച്ച് അവർ അഭിപ്രായം തൽക്കാലം മാറ്റിവെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഗിവ് ഇറ്റ് another 3 days ആൻഡ് ദെൻ യു സേ ഇഫ് ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. ഇപ്പം ഞാനൊരു സിനിമ കണ്ടു, എനിക്ക് അത് വർക്കായില്ല, പക്ഷേ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ചിലവർക്കത് വർക്കായേക്കാം. എല്ലാ സിനിമകളും എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സിനിമകളാണ് മാസ് മെഗാ ഹിറ്റ് എന്നൊക്കെ പറയുമ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമയൊക്കെ അങ്ങനത്തെ ആ ജോണറിൽപ്പെടുന്ന എല്ലാ സിനിമകളും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഈ റിവ്യൂ പറയുന്നതിനെക്കുറിച്ച് ആർഗ്യുമെൻസും ഈ പ്രശ്നങ്ങളും ഒക്കെ വരുന്നത് എന്നാണ് എനിക്ക്. അപ്പോൾ ഈ റിവ്യൂവേഴ്സിനെയും താണ്ടി അത് കഴിഞ്ഞിട്ടാണ് സെയിൽസ് എന്ന് പറയുന്നൊരു പ്രശ്നം വരുന്നത് പ്രൊഡ്യൂസർ സംബന്ധിച്ച്. എന്താണ് ഇത് വിൽക്കണം, തിയേറ്റർ റവന്യൂ കൊണ്ട് മാത്രം ചിലപ്പോൾ നമുക്ക് അത് ബ്രേക്ക് ഈവനാക്കി പ്രോഫിറ്റ് ആക്കാൻ പറ്റില്ല. അപ്പം ചില സമയത്ത് സാറ്റലൈറ്റ് ബൂം വരുന്ന 2008-9 to 2015 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ സാറ്റലൈറ്റ് ബൂം ഉണ്ടായിരുന്നു. പെട്ടെന്ന് സാറ്റലൈറ്റിൻ്റെ റേറ്റുകൾ കൂടുന്നു. അന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ബൂമാവുന്നു. അതിനനുസരിച്ച് എല്ലാ വിഭാഗത്തിലും സാലറീസും ഇതും കൂടുന്നു. എനിക്ക് ഇത്ര റൈറ്റ് ഉണ്ട് എന്നാണ്. പക്ഷേ ഈ ബൂം താഴോട്ട് വരുമ്പോഴും ഇത് താഴോട്ട് വരുന്നില്ല, ഇതങ്ങനെ തന്നെ നിൽക്കും. അവിടെയാണ് പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് 2017 മുതൽ ഒരു OTTയുടെ ബൂം വന്നു. OTTയുടെ ബൂം വന്ന് അത് ഇപ്പം സാച്ചുറേഷനായി. അതിപ്പം ലിറ്ററലി വളരെ, അതായത് 200 സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ വർക്കായ ഒരു 30-40 സിനിമകൾക്ക് മാത്രം ആയി OTT. ബാക്കിയുള്ളതിനൊന്നും ആയിട്ടില്ല. വേറാസ് ദ കോസ്റ്റ് സ്റ്റേസ് ദ സെയിം. ഇവിടെയാണ് അസോസിയേഷൻ പറയുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രൊഡ്യൂസേഴ്സ് ഇപ്പൊ പറയുന്നുണ്ട്, അതായത് ഈ തിയേറ്ററിൽ അധികം ഇപ്പൊ പറഞ്ഞിരുന്നു അതിന് താങ്കൾ തന്നെ മാസമായിട്ടൊരു മറുപടി ഒക്കെ കൊടുത്തിരുന്നു, എന്റെ പടം ഹിറ്റാണ്. മാസല്ല, ഞാനത് ഞാൻ അസോസിയേഷനിലെ അസോസിയേറ്റ് മെമ്പറാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാൻ പറ്റത്തില്ല. അസോസിയേറ്റ് മെമ്പറിൻ്റെ കാരണം ഞാൻ അമ്മയിലും മെമ്പർ ആയതുകൊണ്ട്, ഞാൻ പല അസോസിയേഷനിലും മെമ്പർ ആയതുകൊണ്ട് അങ്ങനെ മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് അസോസിയേറ്റ് മെമ്പർ. ഞാൻ 22 പടം ചെയ്തെങ്കിലും ഞാൻ
പുറത്ത് നിൽക്കുന്ന ഒരു മെമ്പറാണ്. അപ്പം ഞാൻ അഭിപ്രായം പറയേണ്ട സമയത്ത് പറയാം, എന്നോട് ചോദിച്ചാൽ പറയാം. ഞാൻ അസോസിയേഷനോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കണക്ക് തെറ്റാണ്. കാരണം ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡ്യൂസർ ബുക്സ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ആ സിനിമ ലാഭമാണോ നഷ്ടമാണോ എന്ന് പ്രൊഡ്യൂസർ തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ചില സിനിമകളുടെയൊക്കെ ബുക്സ് ക്ലോസ് ചെയ്യുന്നത് 1 വർഷത്തിന് ശേഷമായിരിക്കും. ഇപ്പോൾ വാലാട്ടി എന്ന് പറയുന്ന സിനിമ 2 വർഷം മുമ്പ് ഇറങ്ങി, ഇപ്പോഴും അതിൻ്റെ ബുക്സ് ക്ലോസ്ഡ് അല്ല. കാരണം വാലാട്ടി ഞാനിപ്പോൾ റഷ്യയിൽ ഡബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിൻ്റെ ഡബ്ബിങ് നടക്കുന്നു, സ്പാനിഷ് കൊടുത്തിട്ടുണ്ട്, ചൈന സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ ഭാഷയിലും ഞാൻ അതിൻ്റെ ഡബ്ബിങ് റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് അപ്പോൾ അത് ലാഭമാണോ നഷ്ടമാണോ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം മാസക്കണക്ക് എന്ന് പറയുന്നത് തെറ്റാണ്. ക്വാർട്ടർലി പറയാം, അല്ലെങ്കിൽ ഇയർലി പറയാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി പറയാം. ഹാഫ് ഇയർലി പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ജൂലൈ വരെയുള്ള കണക്ക് വേണമെങ്കിൽ ഓഗസ്റ്റിൽ പറയാം. കാരണം അത് ഓരോ പ്രൊഡ്യൂസേഴ്സിൻ്റെ നിന്നും എടുക്കണം, നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത്. കാരണം ഇപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയുന്ന രീതി എന്ന് പറയുന്നത് ഒരു സിനിമ കഴിഞ്ഞ മാസത്തെ കണക്ക് ഈ മാസം എങ്ങനെ പറയാൻ പറ്റും? ഈ ബോക്സ് ഓഫീസ് ഇത്ര രൂപ കോസ്റ്റായി, ഇത്ര രൂപയെ കളക്ട് ചെയ്തുള്ളൂ. ഫെയർ ഇനഫ്. അയാൾ ചിലപ്പോൾ അത് പേപ്പർ വ്യൂവിൽ ഇട്ടേക്കാം, അത് OTT കൊടുത്തേക്കാം, അതിൻ്റെ റീമേക്ക് റൈറ്റ്സ് കൊടുത്തേക്കാം, അതിൻ്റെ ഡബ്ബിങ് റൈറ്റ്സ് കൊടുത്തേക്കാം. ഇതൊക്കെ നടക്കുന്നത് പിന്നെയല്ലേ. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമേ ഒരു സിനിമ ലാഭമാണോ നഷ്ടമാണോ എന്ന് തീരുമാനിക്കാൻ, എത്ര നഷ്ടമുണ്ട് എത്ര ലാഭമുണ്ട് എന്നുള്ളത് അതിന് ശേഷം മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അന്ന് ഈ രീതിയിലല്ല. അത് പറയുന്നുണ്ടെങ്കിൽ അത് ഒരു ചില പ്രൊഡ്യൂസേഴ്സിന് താല്പര്യം ഉണ്ടാവില്ല. നഷ്ടമാണെങ്കിൽ നഷ്ടമായി, ദാറ്റ്സ് മൈ പ്രോബ്ലം. അത് ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്ന നഷ്ടമൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പുള്ളിയുടെ അനുവാദമില്ലാതെ അത് നഷ്ടമാണെന്ന് പറയുന്നതിനോടും ഞാൻ യോജിക്കുന്നില്ല. ഇപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട് ഈ താരങ്ങൾ കുറച്ചുകൂടി പണം, അവർ വാങ്ങുന്ന പണം കുറച്ച് കുറഞ്ഞാൽ നല്ലതായിരുന്നു എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനായി പറയുന്നുണ്ട്. സൂര്യ എത്ര ശമ്പളം വാങ്ങിക്കണം എന്ന് തീരുമാനിക്കുന്നത് സൂര്യല്ലേ, അല്ലേ? ഞാൻ അഭിനയിക്കുന്ന ഒരാളാണ്, ഞാൻ എത്ര ശമ്പളം, ഞാൻ ചിലപ്പോൾ ഫ്രീ ആയിട്ട് പോയി അഭിനയിക്കും, ചിലപ്പം ഇത്ര എമൗണ്ട് ചോദിക്കും. അത് എൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അത് സെൽഫ് ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അതൊരിക്കലും ഒരു അസോസിയേഷന് പറയാം, റിക്വസ്റ്റ് ചെയ്യാം. അല്ലാതെ അത് ഒരു സെൽഫ് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ആക്ടേഴ്സ് തീരുമാനിക്കും. ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് വന്നു, അതിൻ്റെ കോസ്റ്റ് ഇത്രയാണ്, അത് നമുക്ക് എല്ലാവരും കൂടെ, അത് എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പം സഹകരിക്കണം. എൻ്റെ അടുത്ത് സഹകരിക്കാറുണ്ട് ആക്ടേഴ്സ്. നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് നമ്മൾ കൊണ്ടുപോയാൽ അവർ സഹകരിക്കും. ഈ സിനിമയിൽ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. സുരാജ് സഹകരിച്ചിട്ടുണ്ട്, ഷറഫുദ്ദീൻ സഹകരിച്ചിട്ടുണ്ട്, പിള്ളേരെല്ലാം സഹകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു സ്ക്രിപ്റ്റ് കൊണ്ടുപോകുമ്പോൾ അവർക്കും കൂടെ തോന്നണം ഇങ്ങനെ ഒരു സിനിമ ഈ സിനിമ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിതിന് ഇത്ര ശമ്പളമേ വാങ്ങിക്കുന്നുള്ളൂ. ചിലപ്പോൾ ചില സ്ക്രിപ്റ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതാവാം ആക്ടേഴ്സ്, അല്ലേ? ആട് എന്ന് പറയുന്ന സിനിമയിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. എല്ലാവരും, അത് വളരെ കോസ്റ്റ് കൂടിയ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു, ആട് എന്ന് പറയുന്ന സിനിമ ഒരാളുടെ മാത്രം ആവശ്യമല്ല, ഇത് നിർമ്മിക്കേണ്ട എൻ്റെ മാത്രം ആവശ്യമല്ല, ഇത് ഉണ്ടാക്കേണ്ടത് മിഥുൻ മാനുവൽ തോമസിൻ്റെ മാത്രം ആവശ്യമല്ല. ഒരുപാട് ആക്ടേഴ്സിന് അന്ന് ഒരു സ്റ്റാർഡത്തിലേക്ക് എത്താനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പം അവരുടെയും കൂടെ ഒരു ആവശ്യമാണ്. അപ്പം എല്ലാവരും സഹകരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്യാം. അല്ലെങ്കിൽ നിർബന്ധമില്ലെന്നേ. എന്തിനാണ് നിങ്ങൾ ആരെങ്കിലും പിടിച്ച് നിങ്ങളെ മതിലിനോട് ചേർത്തിരുത്തിയിട്ട് നാളെ നീ സിനിമ എടുത്തില്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞോ? ഇല്ല. ആവശ്യമുണ്ടെങ്കിൽ അപ്പം നിങ്ങളൊരു ആക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ ആക്ടർ ആ സിനിമയ്ക്ക് വേണ്ട ബിസിനസ് പ്ലാനിൽ ആ ശമ്പളം ആപ്റ്റ് ആവുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലേ? അത് വർക്ക് ചെയ്തിട്ട് ഓക്കെ എനിക്കിത് പറ്റണില്ല, ഓക്കെ ഫൈൻ, ഫെയർ ഇനഫ്, ഗോ ടു അനദർ ആക്ടർ ഇഫ് യു ആർ കോൺഫിഡൻറ്റ് അബൌട്ട് ദ സ്ക്രിപ്റ്റ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ദറ്റ് ദിസ് സിനിമ ഇസ് ഗുഡ് ആൻഡ് യു ഹാവ് ഗുഡ് ടെക്നീഷ്യൻസ് ടു വർക്ക് വിത്ത് യു, ആൻഡ് ഈ ആക്ടർ ശമ്പളം പറയുന്നത് എനിക്ക് വർക്കാവുന്നില്ല, ഗോ ടു അനദർ വൺ. ഇവിടെ എത്ര ആക്ടേഴ്സ് ഉണ്ട് അഭിനയിക്കാൻ അറിയാവുന്നവർ, അല്ലേ? ആൻഡ് കോൺഫിഡൻ്റ്ലി ഡു ഇറ്റ്. അതിനൊരു എക്സാമ്പിളാണ് പടക്കളം. വിജയ് ബാബു ഒരു പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ആക്ടറാണോ? വളരെ പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി. ഐ കം റൈറ്റ് ഓൺ ടൈം. ഞാൻ 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് എത്തും. ഞാൻ വളരെ ഫ്രണ്ട്ലിയാണ്. ബിക്കോസ് എനിക്കത് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഉണ്ട്. ഞാൻ അഭിനയിച്ചിട്ടുള്ള ഏത് സിനിമയിൽ ഏത് ഡയറക്ടറിനോട് ഏത് ആക്ടറിനോട് ചോദിച്ചാൽ അറിയാം. ഞാൻ ചിലപ്പോൾ സെറ്റിലെത്തുമ്പോൾ അവിടെ ആരും എത്തിയിട്ടുണ്ടാവില്ല. ബിക്കോസ് അവർ ചിലപ്പോൾ 7 മണി എന്ന് പറഞ്ഞിട്ട് 8 മണിയാക്കിയത് എന്നോട് പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. എന്നാലും ഞാൻ പോയിട്ട് ആറ്റിറ്റ്യൂഡ് കാണിക്കാറില്ല. കാരണം ഐ നോ ദ തിങ്. അത് ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ട് അവർ വിട്ടുപോയിട്ടുണ്ടാവാം.
അത് ഐ മീൻ ഇറ്റ്സ് ക്വൈറ്റ് ഹ്യൂമൻ ആർക്കും ഉണ്ട്. അപ്പം ഞാനവിടെ എൻ്റെ ജോലി, ഞാൻ സെറ്റിലിരുന്ന് എൻ്റെ ജോലികൾ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ എവിടെ ഇരുന്നും ചെയ്യും. അപ്പം ഞാൻ ഇപ്പോൾ റൂമിലിരുന്നാലും അതേ ഐ മീൻ ഞാൻ ചിലപ്പോൾ സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ടായിരിക്കും സെറ്റിൽ പോകുന്നത് എൻ്റെ സിനിമയുടെ. അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും എൻ്റെ ഓഫീസിൽ. എവിടെ ഇരുന്നാലും കൊടുക്കാൻ നമുക്ക് സിസ്റ്റം ഉണ്ട്. അപ്പം ഞാൻ അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും ചെയ്യും. സോ മൈറ്റാസ്. പിന്നെ ഞാൻ ചില ദിവസം ഞാൻ പറയും എനിക്ക് നല്ല ടയർഡാണ്, എനിക്കൊന്ന് ഒരു മണിക്കൂർ ലേറ്റായിട്ട് എൻ്റെ ഷോട്ട് തുടങ്ങാൻ പറ്റുമോ, അത് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഞാൻ പറയും ഉച്ചയ്ക്ക് ഞാൻ നല്ല ടയേർഡാണ്, ഞാൻ ഇച്ചിരി ഒന്ന് ഉറങ്ങും, അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഷോട്ട് വെക്കല്ലേ എന്ന് പറയും. ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ അവർ ചെയ്യും, അല്ലെന്നെങ്കിൽ ചെയ്യില്ല. നമ്മളതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഐ എം വെരി പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി. ഈ ഫ്രൈഡേ ഫിലിം ഹൗസ് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ജേണർ വെച്ചിട്ടുള്ള ഫിലിംസ് ആയിരുന്നു. ഇപ്പോൾ ജൂൺ ആണെങ്കിലും വാലാട്ടി നേരത്തെ പറഞ്ഞു, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫിലിംസ്. അങ്കമാലി ഡയറീസ് ഒക്കെ പോലത്തെ ഒരു ഫിലിം മലയാളത്തിൽ ആദ്യമായിട്ടാണ് ആളുകൾ കാണുന്നത്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഒരു കൾട്ട് ക്ലാസിക് എന്നൊക്കെ പിന്നീട് അറിയപ്പെടുന്ന ഒരു ഫിലിംസ് ആയിരുന്നു. ഫ്രഷ് ഐഡിയാസാണ്, താങ്കൾ തന്നെ പറഞ്ഞിരുന്നു. ഈ ഫ്രഷ് ഐഡിയാസും മലയാളം ഫിലിം ഇൻഡസ്ട്രിയും തമ്മിൽ ഇപ്പം എന്തോരം ഗ്യാപ്പ് ഉണ്ട്? അല്ല, ഇവിടെ മലയാളത്തിൽ ഉണ്ടാകുന്ന അത്രയും ക്രിയേറ്റീവ് തോട്ട്സ് ഇന്ത്യയിലെവിടെ ഉണ്ടാവുമെന്ന് തോന്നില്ല. കാരണം മലയാളികളെന്ന് പറഞ്ഞാൽ സിനിമയിൽ ഒരു 10 years ഹെഡാണ് ഇൻ ടേംസ് ഓഫ് തോട്ട്സ്, ക്രിയേറ്റീവ് തോട്ട്സ്. നമ്മൾ ഹെഡ് ഓഫ് ടൈം പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് മലയാള സിനിമയിൽ ഇറങ്ങിയ സിനിമകൾ 10-15 വർഷത്തിന് ശേഷവും ചില ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെടുമ്പോൾ അത് അവിടെ ഹിറ്റാവുന്നത്. മനസ്സിലായി? നമ്മുടെ ഹ്യൂമർ സെൻസ് അത്ര നമ്മൾ ഹെഡാണ്. അത് മലയാളിയുടെ ഹ്യൂമർ സെൻസിനെ മാച്ച് ചെയ്യാനായിട്ട് ലോകത്തിൽ വേറെ എവിടെയും ആരും ഉണ്ടെന്ന് തോന്നില്ല. അപ്പം ഇവിടെ ഉണ്ടാകുന്ന അത്രയും ക്രിയേറ്റീവ് സിനിമകൾ വേറെ ലാംഗ്വേജിൽ ഉണ്ടാവുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇടയിൽ നമ്മൾ എവിടെയോ നമ്മളൊരു മറ്റുള്ള ഭാഷകളെ കോപ്പി ചെയ്തൊരു മസാലയിലേക്ക് പോകാൻ ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മുടെ ക്രിയേറ്റീവ് സിനിമകൾ ഉണ്ടാകാതിരുന്നിട്ടില്ല. അപ്പോഴും നമ്പർ ഓഫ് സിനിമകൾ പറഞ്ഞു. പക്ഷെ വീണ്ടും നമ്മൾ കണ്ടന്റ് സിനിമകളുടെ ഇതിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ലാലേട്ടൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ സ്റ്റാർസ് അല്ലെങ്കിൽ നമ്മുടെ മൂവേഴ്സ് ആൻഡ് ഷേക്കേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് ഫോളോ ചെയ്യുന്ന പാതയാണ് നമ്മളെപ്പോഴും. അപ്പോൾ ഇപ്പം നോക്കൂ, അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ മമ്മൂക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ എല്ലാം വീണ്ടും നല്ല കണ്ടന്റ് എന്ന് വെച്ചാൽ മാസ് സിനിമകൾ വേണ്ടാന്നല്ല, അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മിക്സാണ്. അപ്പം മലയാളത്തിലുണ്ടാകുന്ന അത്രയും ക്രിയേറ്റീവ് കോൺസെപ്റ്റ്സ് വേറൊരു ഭാഷയിലും അന്നും ഇന്നും എന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഈ സ്ക്രിപ്റ്റ് കൊള്ളാം, പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അത്രയധികം റവന്യൂ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എത്രയോ സ്ക്രിപ്റ്റുകൾ മാറ്റി വെച്ചിട്ടുണ്ട്, ഇപ്പോഴും മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയത്ത് ഇപ്പം നമ്മളൊരു സ്ക്രിപ്റ്റ് വരുമ്പോൾ നിൽക്കുന്ന സമയമല്ല നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ആലോചിക്കണം ഇത് ഇറങ്ങുന്ന സമയത്ത് ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു നമ്മൾ ട്രാക്ക് ചെയ്യാം. ഐ എം എ ബിസിനസ് മാൻ, റൈറ്റ്? ഇപ്പോൾ OTTയുടെ ഒരു മൂവ്മെൻറ്റ് എന്താണ്, നമ്മളെപ്പോഴും ആ ഒരു പാരലൽ ബോക്സ് ഓഫീസ് വെക്കണം. അപ്പം ബോക്സ് ഓഫീസിൽ ഇതിന് ഇത്ര ശതമാനം, ഇപ്പോൾ എല്ലാവരും നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയത്തില്ല. അപ്പം ഇത്ര ശതമാനം വരെ ഇത് ബോക്സ് ഓഫീസിൽ നിന്നും കൊണ്ടുവരാം, അല്ലെങ്കിൽ എല്ലാ ഓഡിയൻസിനും ഇത് വർക്കാവണം. എല്ലാ ഓഡിയൻസിനും വർക്കായാൽ മാസ് ഹിറ്റ് എന്ന് പറയും. ഇത് ചിലപ്പോൾ എല്ലാ ഓഡിയൻസിനും വർക്കാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇപ്പോൾ നമ്മുടെ ബോക്സ് ഓഫീസ് എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പറയാം, ഇന്ന കാസ്റ്റിൽ വെച്ച് ഇത് പോയാൽ ഇത്ര ആഴ്ച ഓടിയാൽ ഇത്ര കിട്ടും. അത് സയൻസാണ്. അപ്പം നമുക്ക് അത് ഇത്രയേ ഉള്ളൂ. ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാറുണ്ട്. അതായത് ഈ സിനിമ ഒരു 175 അല്ലെങ്കിൽ 200 തിയേറ്ററിൽ നമുക്ക് ഇറക്കാം. അങ്ങനെ ഇറക്കിയാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ഒരു 70% ഫുള്ളായിട്ട് 125 രൂപ ആവറേജ് ടിക്കർ പ്രൈസ്, 100 സീറ്റ് അല്ലെങ്കിൽ 120 സീറ്റ് ഇൻറ്റു അടിച്ച് അതിൻ്റെ പെർസെൻറ്റേജ് എടുത്താൽ ഇത്ര ബോക്സ് ഓഫീസ് വരും എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് റൈറ്റ്സ് വേണം. ആ റൈറ്റ്സ് വിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഇത്ര ഓടണം. അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇവരുടെയൊക്കെ പ്ലാൻ എന്താണ് ഇപ്പം നമുക്കറിയില്ല. പക്ഷേ നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ചുമ്മാ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് ഇവരുമായിട്ട് ബിസിനസ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു OTT പ്ലാറ്റ്ഫോമായിട്ട് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് മൊത്തം പേപ്പർ വ്യൂയിലേക്ക് പോവാണ്. നമ്മൾ അടുത്ത വർഷം ചിലപ്പോൾ സിനിമകൾ കുറേ ഇങ്ങനെയുള്ളൊരു ജോണറായിരിക്കും നമ്മൾ നോക്കുന്ന, വെബ് സീരീസിലോട്ട് പോവുകയാണ്. ചിലപ്പോൾ ഇങ്ങനത്തെ ജോണേഴ്സിൽ ചിലപ്പം ഇത് ചെയ്യാറുണ്ട്. അപ്പം നമ്മളും അത് ആലോചിക്കും, ഓക്കെ ഇങ്ങനത്തെ ഒരു ജോണർ പിടിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അടുത്ത വർഷം എന്താ സംഭവിക്കുക എന്നുള്ളത്, ഇപ്പോൾ അമീർ ഖാൻ്റെ സിത്താരെ സമീൻ പർ അത് യൂട്യൂബിലൂടെ പേപ്പർ വ്യൂവിൽ വരാൻ പോകുന്നു അല്ലേ? അത് ഇറ്റ്സ് എ ബിഗ് റെവല്യൂഷൻ. ഇത് ഐ എം മോണിറ്ററിങ് ഇറ്റ് ആൻഡ് തിങ്കിങ്, ഓക്കെ ഇത് പൈറസി എങ്ങനെയായിരിക്കും ടാക്കിൾ ചെയ്യുക,
ഇനി പൈറസി അവർ ഒബ്വിയസ്ലി ദേ ആർ ഓൾസോ നോട്ട് ഡം. അപ്പം പൈറസി ടാക്കിൾ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ ഒരു പുതിയ അവന്യൂ ഓപ്പൺ അപ്പ് ചെയ്യാണ് അല്ലേ. അപ്പം ബോക്സ് ഓഫീസിൽ നിന്നും OTTയുടെ ഇടയിലേക്ക് പുതിയൊരു റവന്യൂ സ്ട്രീം വരികയാണ് അല്ലേ. അപ്പം നമ്മളത് ട്രാക്ക് ചെയ്യണം. ട്രാക്ക് ചെയ്തിട്ട് വെയിറ്റ് ആൻഡ് വാച്ച് പിടിക്കുക അല്ലേ. OTT എന്താവും എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം മലയാള ഇൻഡസ്ട്രിയിലൊക്കെ OTT മലയാള സിനിമകളിലെ അധികം അവർക്ക് സബ്സ്ക്രിപ്ഷൻ ഡ്രൈവ് വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വലിയ സിനിമകൾക്ക് അത് വരുന്നു. പാൻ സൗത്ത് സിനിമകൾ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകൾ അതിൽ മലയാളത്തിൽ നിന്നൊരു അലോക്കേഷൻ പോകുന്നു. അതായത് ഇവിടെ അത് വർക്കാവുന്നുണ്ട്. ഇപ്പോൾ പുഷ്പ വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ തഗ് ലൈഫ് വരുന്നു. അങ്ങനെ പാൻ സൗത്ത് സിനിമകൾ ഇപ്പോൾ ഒരുപാട് പാൻ സൗത്ത് സിനിമകൾ വരുന്നു. ഇപ്പോൾ തെലുങ്കിൽ നിന്നും അപ്പോൾ എല്ലാവരും മലയാളത്തിൽ നിന്നുള്ള ആക്ടേഴ്സ് അവിടെ പോയി അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് നോട്ട് ഓൺലി ഇപ്പോൾ KGF വരുന്നു. അപ്പം ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ തെലുഗു ഫിലിം. അത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും അതേപോലെ പ്രൊഫഷണൽ ഡബ്ബിങ് ചെയ്ത് ഒരു മലയാള സിനിമ ഇറങ്ങുന്ന പോലെ ഇവിടെ ഇറങ്ങുന്നുണ്ട് അല്ലേ. ആൻഡ് ബിഗ് ബഡ്ജറ്റ്. അപ്പം അത് മലയാള ഓഡിയൻസിന് അത് OTT മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ ഒരു അലോക്കേഷൻ അതിന് പോകുന്നു. അപ്പം 100 കോടി രൂപ മലയാള സിനിമ വാങ്ങിക്കാൻ ഒരു OTT പ്ലാറ്റ്ഫോമിനുണ്ടെങ്കിൽ 3-4 സ്പാൻ സൗത്ത് സിനിമകൾ വാങ്ങിക്കുമ്പോൾ 50% ഓഫ് ദ അലോക്കേഷൻ അതിന് പോയി. ആ സബ്സ്ക്രിപ്ഷൻ ഡ്രൈവ് അവർക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അവിടെയാണ് മലയാള സിനിമയുടെ കുറയുന്നത്. അപ്പോൾ പണ്ട് 60 സിനിമ എടുത്തുകൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോം ഇന്ന് 10 സിനിമ അല്ലെങ്കിൽ 12 സിനിമ എടുക്കുന്നതിൻ്റെ കാരണം ഒരു മേജർ അലോക്കേഷൻ ഓഫ് ദെയർ ആനുവൽ ബഡ്ജറ്റ് ഈസ് ഗോയിങ് ടു പാൻ സൗത്ത് ആൻഡ് പാൻ ഇന്ത്യൻ സിനിമകൾ.